ഹായ്, ഹലോ. കാറ്റ്, മഴ എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഇവിടെ വരുന്നതിന്റെ മുന്നേ എല്ലാരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും എന്നല്ല കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗാളില് ജീവിക്കാനൊക്കെ ചെലവ് കുറവാണ്. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ നമ്മള് വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്. നമ്മള് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാലാവസ്ഥകളായിരിക്കും അവിടെ ഉണ്ടാവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല പറഞ്ഞത്, നമ്മളെ നെയ്ബർ തന്നെയായിരുന്നു പറഞ്ഞത്. അവര് കുറച്ച് മുന്നേ ഇവിടെ പോസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ യൂണിറ്റ് കട്ട് ചെയ്തതായിരുന്നു അവര്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇമ്മാതിരി ഒരു കാലാവസ്ഥ ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല മഴയായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിയുമ്പഴത്തേക്കിലും ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ്. അതും ഒരുമാതിരി നമുക്ക് കുത്തുന്ന വെയിലെന്ന് പറയാം. ഉച്ചയാവുമ്പഴത്തേക്കിലും കാറ്റ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുംന്ന് എനിക്ക് തോന്നുന്നു. അമ്മാതിരി കൊടുങ്കാറ്റെന്ന് വേണമെങ്കിൽ കൊടുങ്കാറ്റെന്ന് പറയാം. പക്ഷേ മരങ്ങളൊന്നും പൊട്ടി വീഴൊന്നുല്ലട്ടോ. അതിന്റെ സങ്കടമൊന്നുമല്ല. എന്നാലും പറയാണ്, അമ്മാതിരി ഈ മരത്തിനൊക്കെ ശീലായിട്ടുണ്ടാവും ഈ കാറ്റൊക്കെ കൊണ്ട്. അതുകൊണ്ടായിരിക്കാം. അറിയില്ല. കാറ്റ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സൗണ്ട് കേൾക്കുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാവും. കാരണം ഈ വീഡിയോയില് ഞാൻ കൊടുത്തിട്ടുള്ള സൗണ്ട്ന്ന് പറഞ്ഞാൽ അതിപ്പോ ലാസ്റ്റില് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണത്. അതിന്റെ മുന്നേ ഇതിന്റെ ഇരട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പുറമേന്ന് പറയുമ്പോൾ നമുക്ക് സേഫ് അല്ല ആ സമയത്ത് ഇറങ്ങാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സൗണ്ടോട് കൂടിയിട്ടുള്ള കാറ്റൊക്കെയാണ് ഇവിടെ വരുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെയാണ്. അപ്പൊ എന്തോ ആവട്ടെ. അപ്പോ അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു ഇത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മള് സ്ഥിരം പരിപാടികൾ. രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, റഹാന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം അവനെ കൊണ്ടുവിടാനുള്ള പരിപാടിയായിരുന്നു. ഇന്ന് എന്താന്നറിയില്ല, കുറച്ച് നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടിരുന്ന് ബസ് സാധാരണ വരുന്നതിലും ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇന്ന് വരുള്ളൂ എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഇത്രയും ദിവസം റോഡിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അവൻ എഴുന്നേൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം കുറച്ച് ഫ്രീ ആയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെയാണ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടേ ബസ് വരുള്ളൂ. ലേറ്റ് എന്നല്ല, കറക്റ്റ് ടൈം അതാണ്. പക്ഷെ റോഡ് പണി നടക്കുന്നത് കാരണം കുറച്ച് മുന്നേ ആയിരുന്നു ഇത്രയും ദിവസം ബസ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവനെയൊക്കെ കൊണ്ടുവിട്ടു. അപ്പൊ ഋഷി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് നല്ല മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുള്ളത് ഞാൻ ഏകദേശം എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പൊ അത്യാവശ്യം നല്ല മുരിങ്ങയിലയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കുറച്ച് കറി പരിപ്പിലിട്ടിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പോ അങ്ങനെ അത് നന്നാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവന് എഴുന്നേൽക്കുന്ന മുന്നേ ഇതൊക്കെ സെറ്റാക്കി വെച്ചാല് എനിക്ക് അല്ലാണ്ടുള്ള കുറച്ച് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിലും അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ചു നേരം അവന്റെ അടുത്ത് കളിച്ചു. അവൻ ഇപ്പോ ചില ദിവസം ലേറ്റ് ആവും എഴുന്നേക്കാൻ. തണുപ്പുള്ള സമയത്ത് 5 മണിക്ക് എഴുന്നേറ്റ് വരും. ചൂടായപ്പോഴത്തേക്കിലും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേൽക്കുന്നത്. സാധാരണ എല്ലാവർക്കും തണുപ്പിന് നല്ല മൂടി പുതച്ച് ഉറങ്ങാനാണ് തോന്നുക. പക്ഷെ ആ സമയത്ത് അവൻ കറക്റ്റ് 5 മണി 5:30ക്കൊക്കെ എഴുന്നേറ്റ് വരുമായിരുന്നു. ഇപ്പൊ എന്താന്നറിയില്ല, റഹാനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ അവനെ കുറച്ചൊന്ന് നല്ല മൂഡാക്കി കൊണ്ടുവന്നു. കാരണം അപ്പൊ തന്നെ എണീറ്റ് വരുമ്പോ ചില സമയങ്ങളിൽ അവൻ കുറച്ചൊരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അവന്റെ അടുത്ത് ഓരോ കഥയൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ അവനെയും കൂട്ടി വന്നു. പിന്നെ എന്നതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവനെ എഴുന്നേൽപ്പിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അതിന്റെ ഇടയിൽ തന്നെ ഞാൻ എൻ്റെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചെറിയൊരു പരിപാടി ഉണ്ട് എന്നുള്ള. പരിപാടി വേറൊന്നുമല്ല, കുറച്ച് ക്രാഫ്റ്റിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവന്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കിലും ഏകദേശം ഉച്ചയായി. 1 മണി വരെയാണ് ഇവിടെ ക്ലാസ് ഉള്ളത്. അപ്പോ എല്ലാം കഴിഞ്ഞാൽ അവൻ ലഞ്ചും എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്താണ് റഹാൻ വരുന്നത്. അപ്പൊ പിന്നെ അവനെ കുറേ നേരം കാണാണ്ട് നിന്നിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തുടങ്ങും. അതെല്ലാ വീട്ടിലുള്ള സംഭവങ്ങളാണ്. രണ്ടും കൂടെ ഉള്ള അടി ഇവിടെ തുടങ്ങും. പക്ഷെ ഋഷിയാണ് എല്ലാം തുടങ്ങി വെക്കുന്നത്, അത് വേറെ കാര്യം. അപ്പം പക്ഷെ ഈ വരുന്ന സമയത്ത് ഭയങ്കര സ്നേഹമാണ്. കുറേ നേരം ഇപ്പൊ രാവിലെ അവന് ഇപ്പോ കുറച്ചാഴ്ച ഞാൻ പറഞ്ഞല്ലോ നേരം വൈകിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. അപ്പൊ രാവിലെ അവൻ കാണുന്നില്ല. രാത്രി ഉറങ്ങുമ്പോൾ ഒരുമിച്ച് കണ്ട് രാവിലെ ആവുമ്പഴത്തേക്ക് അവൻ കാണുന്നില്ല. പിന്നെ ഉച്ചക്കാണ് അവരെ കാണുന്നത്. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷായിരിക്കും. അപ്പൊ അവരെ സ്നേഹപ്രകടനമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് അടുത്ത ആളെത്തി. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്നുകൂടിയ ആളാണ്. അപ്പൊ അതിന് ഞങ്ങള് കുറച്ചായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കും. അപ്പൊ ഓടിക്കാൻ നിക്കൂല. കാരണം എന്ന് വെച്ചാല് പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പാമ്പൊന്നും അങ്ങനെ അധികം വരൂലല്ലോ. പാമ്പിനെയൊക്കെ പൂച്ച ഓടിച്ചോളുമല്ലോ എന്നുള്ളൊരു
വിശ്വാസം. ഇപ്പൊ സത്യാണോ ഇല്ലേ ഇപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പൂച്ച ഓടുമോ എന്നുള്ളത് കണ്ടറിയാം. അത് വേറെ കാര്യം. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പാമ്പുകളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പൂച്ചേനെ നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്ത് മയക്കിയെടുക്കാം. അപ്പൊ അതൊക്കെ കഴിയുമ്പഴത്തേക്കും ഇവിടെ ഫുഡിന്റെ സമയമായപ്പോഴത്തേക്ക് രാഘു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് ചോറ് ഉണ്ടായിരുന്നില്ല. ചോറ് ഋഷിക്ക് മാത്രം കുറച്ച് ചോറ് കൊടുത്തു. ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയത്. കാരണം ആർക്കും അത്ര ചോറിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കാരണം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. റഹാനും വേണ്ട. റഹാന് രാവിലെ ഞാൻ കുറച്ച് മസാല റൈസ് ആക്കി കൊടുത്തത് കൊണ്ട് അവന് ഉച്ചക്ക് വേണ്ട. പിന്നെ രാവിലെ ആക്കി വെച്ച റൈസ് ഉള്ളത് ഋഷിക്കും കൂടെ കൊടുത്തു. അല്ലാണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ റൈസിന്റെ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ മുരിങ്ങയിലേന്റെ കറിയും ബീട്രൂട്ടും ചിക്കൻ പൊരിച്ചതും ഒക്കെ കൂടി ആയിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാല് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ രാവിലെ മുതൽ ഒരു രാത്രി വരെയുള്ള അതില് ഇൻക്ലൂഡിങ് ആ ഒരു ക്രാഫ്റ്റ് വർക്കിന്റെ ഒക്കെ കാണിക്കാന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഫുഡൊക്കെ കഴിച്ച സമയത്താണ് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് കുറച്ച് അതിഥികളെയൊക്കെ കണ്ടു. കാരണം നമ്മുടെ മുന്നേ ഉള്ള യൂണിറ്റിലൊക്കെ എപ്പോഴും ഇങ്ങനെ പശുക്കളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. മുന്നിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഉള്ളിൽ അങ്ങനെ കയറ്റൂല ആൾക്കാര്. പശുക്കള് ഉണ്ടെങ്കിൽ അവിടെ ഒരു കമ്പി വേലിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഉള്ളിൽ കയറ്റൂലായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിലും തുടങ്ങി ഇവിടുത്തെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. ഋഷീനെ ഒന്ന് ഉറക്കി ഞാനങ്ങനെ എൻ്റെ കുറച്ച് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൗണ്ട് കേട്ടത്. അപ്പോഴത്തേക്ക് താഴെ എല്ലാവരും വന്നു. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ പകുതിയിൽ നിർത്തുകയും ചെയ്തു. ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് തന്നെ ഋഷി എഴുന്നേറ്റ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട. പിന്നെ കുറെ നേരത്തേക്ക് കറണ്ട് ഇല്ല. ഇമ്മാതിരി കാറ്റല്ലേ വന്നത്. അപ്പൊ പിന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ കാറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അത്രയുള്ള ചൂട് ഉണ്ടാവുന്ന സമയമാണ് ഇവിടെ. പക്ഷെ രാത്രി ഉറക്കത്തിനൊന്നും കുഴപ്പമില്ല. മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ടുള്ള കാറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടിയാണ്. അപ്പൊ അതോടുകൂടി എനിക്ക് വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം നമുക്ക് കറണ്ട് ഇല്ല. അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ അങ്ങ് നിന്നുപോയി. പക്ഷെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കറണ്ടൊക്കെ വന്നു. അപ്പോൾ കാറ്റൊക്കെ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് നിന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും കാണിച്ചു തരാം.